ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് സ്വിംഗ് സ്റ്റോക്സ് വരും ദിവസങ്ങളിലത്തേക്ക് കുറച്ച് സ്വിംഗ് സ്റ്റോക്സിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് അവിടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഇന്നിപ്പോ സംഭവിക്കുന്നത് റിലയൻസിന്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. ഇന്ന് 17-ാം തീയതി, ജൂലൈ 17-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും റിലയൻസിന്റെ റിസൾട്ട് വരും വൈകുന്നേരങ്ങളിൽ. നാളെ HDFC ബാങ്ക് ബാങ്കിങ് സെക്ടറിലെ കുറേ കമ്പനീസിന്റെ റിസൾട്ട്സ് വരുന്നുണ്ട്. സോ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ നിഫ്റ്റിയിലേക്ക് വരുന്നുണ്ട്. നെഗറ്റിവിറ്റി പറയാനാണെങ്കിൽ യുഎസിന്റെയും ഇറാന്റെയും യുദ്ധം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സാധാരണ അതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ സാറ്റർഡേ സൺഡേയിലാണ് വരുന്നത്. അങ്ങനെ ഒരു നെഗറ്റിവിറ്റി അവിടെ ഉണ്ട്, എന്നാൽ പോസിറ്റിവിറ്റിയും അവിടെ നന്നായിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു മൂവ് മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ നോക്കിയാലും മാർക്കറ്റ് വലിയൊരു റാലി സംഭവിച്ചിരുന്നു. അത്യാവശ്യം നല്ലൊരു 200 പോയിന്റ് റാലി സംഭവിച്ചു. ആ ഒരു റാലിയുടെ റീസണും ഇത് തന്നെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നേ, ഒരാഴ്ചക്ക് മുന്നേ ആയിട്ട് നമ്മളൊരു 2-3 സ്റ്റോക്സ് പറഞ്ഞിരുന്നു. ആ സ്റ്റോക്സ് സ്വിംഗ് ട്രേഡിങ്ങിന് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നപ്പോൾ പറഞ്ഞതാണ്. അത് അത്യാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് കയറാം. ഓക്കെ, ഇതിപ്പോ കറണ്ട് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഓക്കെ, കറണ്ട് നിഫ്റ്റി അത്യാവശ്യം ആദ്യം ഒരൊറ്റ കയറ്റം കയറി, എന്നിട്ട് മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് സൈഡ് വേസിലേക്ക് പോവുകയാണ്. അപ്പോൾ നിഫ്റ്റിയുടെ നമുക്ക് തൽക്കാലം വിടാം. ഡേ ടൈം ഫ്രെയിം. ഓക്കെ ഓക്കെ ചാർട്ട് നോക്കിയാൽ നിഫ്റ്റി അത്യാവശ്യം ഒരു സപ്പോർട്ടിൽ നിന്നിട്ട് തിരിച്ച് വീണ്ടും കയറാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ലാസ്റ്റ് ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന ട്രേഡ് എന്ന് പറയുന്നത് സ്വിഗ്ഗി, കല്യാൺ ജുവലേഴ്സ്, RVNL ആണ്. അപ്പോൾ ചാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. സ്വിഗ്ഗിയുടെ അനാലിസിസ് എന്ന് പറയുന്നത് സ്വിഗ്ഗി ഓൾമോസ്റ്റ് നമുക്ക് ഒരു 240+ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സ്വിഗ്ഗി അത്യാവശ്യം മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സ്വിഗ്ഗി ഇനിയും നിങ്ങൾക്ക് വാച്ച് ചെയ്യാന്നുള്ള ഒരു നല്ലൊരു സ്റ്റോക്കാണ്. 284 മേളിൽ വീണ്ടും രണ്ടാമതൊരു സെറ്റ് ഓഫ് മൂവ് ഉണ്ട്. ആദ്യത്തെ സെറ്റ് ഓഫ് മൂവ് എന്ന് പറയുന്നത് ഒരു 264+ ആയിരുന്നു. 248, 264 എന്നുള്ളതായിരുന്നു. അതിന്റെ ഫൈനൽ എൻട്രി എന്ന് പറയുന്നത് 284 മേളിലാണ്. അപ്പോൾ ഈ 3 ലെവൽസ് നോക്കി വെക്കുക. ഓൾറെഡി നമ്മൾ 248+ അവിടെ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അതിന് ഒരു മൊമെന്റ് നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കല്യാൺ ജുവലേഴ്സ് ഇന്നും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കല്യാൺ ജുവലേഴ്സ് വളരെ മനോഹരമായിട്ട് കയറുന്നുണ്ട്. എൻട്രി വാസ് അറൌണ്ട് 384 റുപ്പീസ് ആയിരുന്നു. 440 മേളിൽ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഈ 2 ട്രേഡും ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ടാർജറ്റിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ടാർജറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. 560, 520+ തന്നെ ടാർജറ്റ് ആണ്. ഇപ്പോൾ 580ലേക്ക് പോവുകയാണ്. സോ ലിറ്ററലി അതിന്റെ ടാർജറ്റ് എൻഡ് ആയിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ സ്റ്റോക്ക് RVNL ഒരു 236 മേളിലുള്ള ഒരു ടൈറ്റ് ക്ലോസിംഗ് ആണ് പറഞ്ഞു തന്നത്. ജസ്റ്റ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്യാൻ പറ്റാണ്ട് ക്യാൻഡിൽ തിരിച്ച് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് വാച്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഏരിയക്ക് വെളിയിൽ ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് വിട്ടിട്ട് ഒരു 244 എബോവ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. RVNL ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിന് മാത്രമുള്ള ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീക്കിലത്തെ നമുക്ക് വരും ദിവസങ്ങളിലേക്ക്, നെക്സ്റ്റ് വീക്കിലത്തേക്ക് നിങ്ങൾക്ക് വാച്ച് ചെയ്യാന്നുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ, ഒന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റുവാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് റിലയൻസ് ആണ്. റിലയൻസ് സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നതാണ് 1330 മേളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതൊരു 1330 ആണ്. 1330 മേളിൽ കയറി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് 1380, 420 അതിന് മേളിലേക്കും അതിന് മൂവ്മെന്റ് ഉണ്ട്. സോ റിലയൻസിനെ വാച്ച് ചെയ്ത് വെക്കുക. ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ഒരു ഗെയിന് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിൽ ഒരാളാണ് റിലയൻസ് എന്ന് പറയുക. രണ്ടാമത്തത് ഇൻഫി. ഇതെല്ലാം ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിനും കൂടെ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതൊരു ട്രെൻഡിലാണ്, നെഗറ്റീവ് ട്രെൻഡിലാണ്, അതിന്റെ ബോട്ടത്തിലാണ് നിൽക്കുന്നത്. സോ TCS ആണെങ്കിലും 2000 പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇൻഫോസിസ് ആണെങ്കിലും 1000 പോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ അതിന്റെ ഒരു സപ്പോർട്ട് ഡിപ്പിൽ വന്നിട്ട് അത് തിരിച്ച് ബൗൺസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. സോ ഈ സ്റ്റോക്കും ഒരു ബുള്ളിഷ്നെസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1140 മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1320, 1200, 1320 റേഞ്ചിലാണ് നമുക്ക് അടുത്ത ടാർഗറ്റ്സ് കിടക്കുന്നത്. അതിന് മേളിലേക്കും ലോങ് ടേം ഇൻവെസ്റ്ററിന് ഡെഫിനറ്റ്ലി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാണ്. എന്താ പറയുന്നത്, TCS ഞാൻ പറയുന്നില്ല. TCSലും ഇതേ പാറ്റേൺ തന്നെയാണ്.
നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ICICI ബാങ്കാണ്. ICICI ബാങ്ക് ഓൾറെഡി അതിനകത്ത് ഒരു മൊമെന്റത്തിലാണ് നിൽക്കുന്നത്. സോ ഈ സ്റ്റോക്ക് നോക്ക്, നിങ്ങളൊരു 1280 മേളിലായിരുന്നു നമുക്ക് ആദ്യത്തെ ട്രേഡ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഒരു മാസത്തിന് മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു മൊമെന്റം അതിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് അത് കയറി പോയിട്ടുണ്ട്. അതിനുശേഷം അടുത്തൊരു ലെവൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് 1380 മേളിലാണ്. അതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിനെ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോഴും കറന്റ് നമുക്ക് നല്ലൊരു മൊമെന്റം ഉള്ള ഒരു സ്റ്റോക്കാണ്. രണ്ടാമത്തത് സോ റിലയൻസ് പറഞ്ഞു 1330 മേളിൽ, കുറച്ചുകൂടെ വിട്ടിട്ട് ഒരു 1340 മേളിൽ നമുക്ക് കാര്യമായിട്ട് നോക്കാന്നുള്ളതാണ്. രണ്ടാമത്തെ ICICI ബാങ്ക് 1440 40 മേളിലുള്ള ഒരു ലെവല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. അതിന് മേളിൽ ക്ലോസ് ചെയ്യണം. മൂന്നാമത്തത് SBI 1040 മേളിൽ പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ആ ട്രേഡ് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും തിരിച്ച് 1040 റേഞ്ചിലേക്ക് വീണ്ടും വരുവാണ്. അപ്പോൾ അത് വാച്ച് ചെയ്ത് വെക്കുക. ഒരു 1060 മേളിൽ നമുക്കൊരു മൊമെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഞാൻ കുറച്ച് മുന്നേ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ. പക്ഷെ അത് ഇപ്പോ അത് റെക്കോർഡായില്ല. അത് കാരണമാണ് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നത്. സോ ഈ 3 സ്റ്റോക്കാണ് ഇവിടെ മെയിനായിട്ട് ലാർജ് ക്യാപ് സെക്ടറിൽ പറയാനുള്ളത്. അടുത്ത് നോക്കാനുള്ള ഏരിയ ഒന്ന് ഐഷർ മോട്ടോഴ്സ് ആണ്. ഐഷർ മോട്ടോഴ്സ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിലേക്ക് തിരിച്ച് വരുന്നുണ്ട്. അപ്പൊ ഐഷർ മോട്ടോഴ്സ് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ ഒക്കെ ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ ആകാനുള്ള 2 വീലർ സെഗ്മെന്റിലുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് TVS മോട്ടോഴ്സും ഐഷർ മോട്ടോഴ്സും ആണ്. സോ അവിടെ ഐഷർ മോട്ടോഴ്സ് വാച്ച് ചെയ്യാന്നുള്ളതാണ്. ചാർട്ട് ഓൾമോസ്റ്റ് പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു ലോങ് ടേം ഓർ സ്വിംഗ് എന്നുള്ള ഒരു പോർട്ട്ഫോളിയോയിലേക്ക് ആലോചിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ഓൾറെഡി നല്ലൊരു മൊമെന്റത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതിനെ നിങ്ങൾക്ക് ഒരു സ്വിംഗ് ട്രേഡിങ്ങിന്റെ ഒരു പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാന്നുള്ളതാണ്. 1040 എബവ് ഇല്ലെങ്കിൽ ഒരു 1000 എബവ് ആയിരുന്നു അതിൻ്റെ അകത്ത് ട്രേഡ്. ഇപ്പോഴും അത് കിടപ്പുണ്ട്. ആ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ചെയ്യാന്നുള്ളതാണ്. സോ ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ് ആണ് രണ്ടെണ്ണം പറഞ്ഞിരുന്നത്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് അനന്തരാജാണ്. അനന്തരാജ് ഒരു റെസിസ്റ്റൻസിൽ വന്ന് തട്ടി നിൽപ്പുണ്ട്. ഈ വീക്കിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലെവൽസ് നമുക്ക് വാച്ച് ചെയ്യാന്നുള്ളതാണ്. ഒരു 568 മേളിൽ തിരിച്ചു വരുവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു 584 മേളിലൊക്കെയോ നമുക്ക് അനന്തരാജ് ആലോചിക്കാം. ഏറ്റവും സേഫർ എന്ന് പറയുന്നത് ഒരു സ്വിംഗ് ട്രേഡിംഗ്, ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 610 മേളിൽ വാച്ച് ചെയ്യാന്നുള്ളൊരു സ്റ്റോക്കാണ്. അടുത്ത് ടൈറ്റൻ ആണ്. ടൈറ്റൻ ഓൾറെഡി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ടൈറ്റനിൽ നിൽക്കുന്നത്. സോ ടൈറ്റൻ ലോങ് ടേമിൽ എടുക്കാനായിരുന്നെങ്കിൽ നമുക്ക് 3600 റേഞ്ചിൽ എൻട്രി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പോയിട്ട് 4600 മേളിലായിട്ടുണ്ട്. സോ ഇനി ഒരു പെട്ടെന്നൊരു മൊമെന്റം സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ 5200 റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്വിംഗ് ട്രേഡിങ് എടുക്കാന്നുള്ളതാണ്. രണ്ടാമത് അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് PGEL ആണ്. PGEL ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒന്ന് മേളിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഒരു 620 640 റേഞ്ചിന് മേളിൽ കയറിയാൽ PG ഇലക്ട്രോപ്ലാസ്റ്റും സാധ്യത കൽപ്പിക്കുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഇതിനെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യുക. ഞാനൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല ഷെയർ ചെയ്യുന്നത്. അവിടെ ഒരു മാർക്കറ്റിൽ കാണുന്ന നല്ല സ്റ്റോക്കുകളുടെ മൊമെന്റം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. അത് നിങ്ങളുടേതായ വാച്ച് ലിസ്റ്റിൽ കൊണ്ടുവന്ന് നിങ്ങളുടേതായ അനാലിസിസ് ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്ന് പറഞ്ഞ സ്റ്റോക്സ് എന്ന് പറയുന്നത് ഒന്ന് PGEL, രണ്ടാമത്തത് കംപ്ലീറ്റ്ലി സ്വിംഗ് അനുകൂലമാണ്. അത് സ്വിങ്ങിന് മാത്രമുള്ളതാണ്, ലോങ് ടേം അല്ല. രണ്ടാമത്തെ ടൈറ്റൻ, മൂന്നാമത്തെ അനന്തരാജ്, പിന്നെ ഒരു ആന്തം ബയോസെൻസ് ഉണ്ട്. പക്ഷെ അത് ഒന്ന് സെറ്റായി വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്തോളൂ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐഷർ മോട്ടോഴ്സും ബജാജ് ഫിനാൻസും ആണ് അവിടെ പറഞ്ഞത്. ഓക്കെ, ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ് 5 സ്റ്റോക്ക് ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിന്റെ ഒരു സിറ്റുവേഷനിൽ ഒന്ന് ICICI ബാങ്ക്, രണ്ടാമത്തത് SBI, മൂന്നാമത്തെ റിലയൻസ്, ഇത് ഒരു 6-7 സ്റ്റോക്ക് ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അനാലിസിസ് ഉൾപ്പെടെ ഷെയർ ചെയ്തിട്ടുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സ് മാത്രം ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിഗ്ഗി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടേതായൊരു സിറ്റുവേഷൻ സെറ്റ് ചെയ്യുക.
സോ ഈ പറഞ്ഞു തരുന്നത് കംപ്ലീറ്റ്ലി ഈ ലെവൽസിനെ ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ അവിടെ ചെയ്യാനുള്ളത് ഈ ഒരു ലെവലിനെ നിങ്ങളുടെ അനാലിസിസ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് കീപ്പ് ചെയ്യുക. എന്നിട്ട് അതിനെ നിങ്ങളുടേതായ ഒരു അനാലിസിസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ നിന്ന് ഒരു പഠിക്കാനുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ ശ്രദ്ധിച്ച് മൺഡേ ഇതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ നോക്കിയാൽ മതിയാവും. നല്ലൊരു സിറ്റുവേഷൻ കിട്ടട്ടെ. ട്രൈ സേഫ്. ടേക്ക് കെയർ. ബൈ.